ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അമ്മുന്റെ ബർത്ത്ഡേ അങ്ങനെ നമ്മള് അമ്പലത്തിലെല്ലാം പോണം. അമ്പലത്തിനെല്ലാം പോയിട്ടൊന്ന് ഞങ്ങളുടെ അമ്മുണ്ട് അങ്ങനെ രാവിലെ എണിച്ച് കുളിച്ച് വിളക്കെല്ലാം വെച്ച് അതെ ദീർഘായുസായിട്ട് ഇരിക്കുമോലെ ആയാ അങ്ങനെ ബാലേട്ട പണിക്ക് പോയില്ലമ്മ. അതെ വേഗം അടിച്ച് പോയി നിന്ന് വിളിച്ചല്ലേ ഫോണാക്കിട്ട്. അതെ അതെ അങ്ങനെ ഇല്ലെങ്കിൽ ബാലേട്ടനും ഉണ്ടാവുണ്ടായി. അതെ അങ്ങനെ നമുക്കിനി അങ്ങനെ മുമ്പോട്ട് ഓരോന്നോരോന്നായിരത്തിന് പോകാം. അമ്പലത്തിക്കെല്ലാം പോകാനുണ്ട്. അതെ അമ്പലത്തിനെല്ലാം പോയിട്ട് ഡ്രസ്സ് പുതിയതെല്ലാം ഇട്ടല്ലേ. ഇന്നലെ മോളന്നെ പോയി ഡ്രസ്സെല്ലാം പണിയും വിട്ട് മേടിച്ചെല്ലാം കൊണ്ടുവന്ന് രാവിലെ കുളിയും കഴിഞ്ഞു വിളക്കെല്ലാം വെച്ച് ഇപ്പൊ അമ്പലത്തിന് പോവാണ് അല്ലേ. ആയുസ് 100 കൊടുക്കട്ടെ എന്ന് പറയാം. അമ്മേന്റെ ആശീർവാദം ആ തലവരയ്ക്കുള്ളത്. അങ്ങനെ ഒരു സന്തോഷായി. അതെ അപ്പൂല്ല ബാലേട്ടനും ഇല്ല. അതെ അതെ കുട്ടികൾക്ക് ബർത്ത്ഡേ പറയുമ്പോ നമ്മക്കെല്ലാം ഒരു സന്തോഷം തന്നെ അല്ലേ. അങ്ങനെ അമ്മക്ക് ഇന്ന് ലീവില്ല, ഞാനിന്ന് ലീവ് ആക്കിയിട്ടുണ്ട്. അതെ സ്പെഷ്യൽ ആക്കാൻ അമ്മ തന്നെ വേണോ. അമ്മക്ക് ലീവ് ഉണ്ടായിട്ട് എന്ത് കാര്യം പാത്രം തെക്കൂ. അങ്ങനെ വൈകുന്നേരം വേഗം വാച്ച് വെച്ചിട്ട് അതെ അപ്പൊ നമ്മളിന്ന് പാപ്പിട്ടാക്കിയിട്ടുണ്ട്. അതെ പാപ്പിട്ട് ആക്കണത് എങ്ങനെയെന്ന് ഞാൻ കാട്ടിച്ചില്ലേ. വേഗം വേഗം പോണം, കുളിച്ചിട്ടെല്ലാം ആയി. അങ്ങനെ രാവിലത്തെ നാസ്ത ഇത് വേഗം ആക്കാനും ആവും. ഇത് അപ്പൊ ഇത് കട്ടാക്കിട്ട് തിന്നു പ്ലേറ്റില് വെച്ചിട്ട് വെക്കുന്നുണ്ട്. തലങ്കെ വിട്ടുന്ന് പറയുമ്പോ പ്ലേറ്റിൽ വെക്കുന്നതിന് പാപ്പിട്ടെന്ന് ഇതിന്റെ പേരാണ്. ഇവിടെ കൊടകമാരല്ല അതിന്റെ ആക്കല്. അപ്പൊ തലങ്കെ വിട്ടു പറയും. ഇത് മധുരം ഇല്ലാണ്ടും ആക്കാം, മധുരത്തിലും ആക്കാം. അപ്പൊ ഞാനിത് കുറച്ച് മധുരം ഇട്ടിട്ടേ ആക്കിയത്. നല്ല രസം ഉണ്ടാവും തിന്നാൻ. കറിയൊന്നും വേണ്ട, അങ്ങനെ തിന്നാ. മധുരം ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറിക്കെല്ലാം നല്ല രസം ഉണ്ടാവും. അപ്പൊ ഇത് കട്ടാക്കി എടുക്കാം. അതെ ഇങ്ങനെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ മതി. കട്ടാക്കി എടുക്കാം. അങ്ങനെ നമ്മളുടെ കൽത്തപ്പ മാതിരി നല്ല രസം ഉണ്ടാവും. പിന്നെ അപ്പൊ നോട്ടെ നല്ല ചൂടുണ്ട്. തേങ്ങ പൂവും എല്ലാം ഇട്ട കൊണ്ട് ചിരക്കിട്ട് ഇത് ഇങ്ങനെ തന്നെ കടിച്ചു തിന്നിട്ട് തീർക്കാം. എങ്ങനെ ഉണ്ടാവും? നല്ല ഏലക്കയെല്ലാം ഇട്ട കൊണ്ടുമാ നല്ല മണവും ഉണ്ട്. തേങ്ങ നല്ല ഉള്ളതല്ലേ, അതിനെ കൊണ്ട് നല്ല പാങ്ങുണ്ട്. അതെ ഏലക്ക് വായിൽ കടിക്കുമ്പോ കിട്ടുന്നുണ്ടല്ലേ, ആ മണത്തിന് നല്ല സൂപ്പർ ഉണ്ട്. അതെ അപ്പൊ ഇത് എങ്ങനെ ആക്കണത് എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ചോദിച്ചെങ്കിൽ നമുക്ക് അപ്പോഴേക്ക് കാട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ തിരക്കും കൊണ്ട് നമുക്കായിട്ടില്ല. ചിലവരെല്ലാം ആക്കും അരിപ്പൊടി ഉണ്ടായെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെല്ലാം തപ്പാക്കുന്നുണ്ട്, പിന്നെ കടുമ്പാക്കുന്നുണ്ട്, അതെല്ലാം ആക്കും എല്ലാരും. അതെ അതെ ഇങ്ങനത്തതെല്ലാം നമുക്ക് ആക്കാന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാലെല്ലാം ഒഴിച്ചിട്ടെല്ലാം ആക്കണം. നല്ല ടേസ്റ്റ്, നല്ല എണ്ണ രുചി ഉണ്ടാവും. അതെ ഞാൻ വരാൻ ലേറ്റായി. പണി എന്താ ഗീത എന്താക്കണ്ട് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നേ. പണി വിട്ട് വരാൻ ലേറ്റായതാണ്. കുറച്ച് പായസമാക്കി അമ്പലത്തിൽ ഫസ്റ്റ് പോയിട്ടെല്ലാം വന്നിട്ട് പിന്നെ കുറച്ച് പായസമാക്കി നമുക്ക് പായസം റെഡി റെഡി
അടിപൊളി പാൽ പായസം സേമിക പിന്നെ ചെറുപയറ് പരിപ്പ് ചെറുപയറ് പരിപ്പ് സേമികയും വെള്ളം ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട്. അതാണ് ഈ കളറ്. അതും കറിയാക്കിക്കൊണ്ടുണ്ടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ചിട്ടില്ല. അമ്മയ്ക്കും അമ്മൂക്കെല്ലാം പായസം കൊടുക്കാം. അവരുടെ എങ്ങനെയുണ്ട് നോക്കാം. രണ്ടാൾക്ക് പായസം എടുത്തിട്ട് പോകാം. പിന്നെയാ പായസം അമ്മയുടെ ഭർത്താവിന്റെ പായസം അല്ലേ? ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. നല്ലുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നല്ലുണ്ട് നല്ല ഉള്ള പായസത്തിന് നല്ല ഉള്ളാന്ന് എങ്ങനെ പറയൂ? നല്ല വെള്ളം ഇട്ടിട്ട് അല്ലേ? ചെറുപയറിന്റെ പരിപ്പല്ലേ? അതെല്ലാം ഇട്ടിട്ട് ആക്കിയാൽ പിന്നെ നല്ല ഇല്ലാന്ന് പറയുവാ. കണ്ടീഷനായിരുന്നുമാ. അയ്യാ സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണോ? ഇതിപ്പോ ചൂടോടി ഇത്ര ലൂസ് ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയാവും ഇനി തണിഞ്ഞാല്. എനക്കും കോരി കൊടുത്താല് എനക്കും ടേസ്റ്റ് ഉണ്ടാവും. ആ കൊടുക്കുന്ന ടേസ്റ്റും ഇതിന്റെയും ചൂടുണ്ട്. കൊടുക്കിട്ട് തീരെ അതിലും പകുതി. അവരവരെ കുടിക്കുന്നതിന് ഇത്ര രുചിയില്ല. അപ്പൊ ഞാൻ വാരി തരാൻ നോക്കി. അങ്ങനെ നല്ല രുചിയുണ്ട്. മോൾക്ക് കൊടുക്കേണ്ടത് പുറന്ന ആൾക്കാർത്തിക്ക് നാം മേടിച്ചു കുടിച്ചു. അത്ര ചൂടില്ല. പണിണ്ടല്ലേ കോരി കൊടുക്കുമ്പോ. നല്ല പങ്കുണ്ട്. സൂപ്പർ. അതെന്താ അവള് ബർത്ത്ഡേ കറക്റ്റ് ബാഗിൽ കൊടുക്കണേ? കേക്കിന്റെ ബദലേക്ക് പായസം. അതെ, കേക്ക് നാളെ കൊണ്ടുവരാം. അപ്പൊ ഇന്ന് കേക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് പായസം തന്നെ. അതെ, മധുരത്തിന് ഒരു മധുരം മതിയല്ലേ? അതെ അതെ. അന്ന് പറഞ്ഞാല് കേക്കുണ്ട്, അതില് മധുരം ചെയ്ത് നമ്മ സൂപ്പറായിട്ട്. നാളെ പായസം അടിപൊളിയായിന്. അതെ, നല്ല മണമുണ്ട്. നെയ്യിന്റെ മണയും പിന്നെ നല്ല എല്ലാം കറക്റ്റായിട്ട് മാത്രമല്ലായിട്ട് അടിപൊളിയായിട്ട്. ഭയങ്കര തണുപ്പ് ഇവിടെ എല്ലാവർക്കും. നമ്മള് തണുപ്പ് സഹിച്ചോളൂ. വയസ്സായവർക്ക് തണുപ്പ് സഹിക്കാനാവില്ലല്ലേ? അപ്പൊ കുറച്ച് കണ്ണിലും എടുത്തിട്ട് അമ്മ മതി. നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാ. കണ്ണൽ കൊടുത്തിട്ട് പെണ്ണ് വെച്ച് കുറച്ച് കാലെല്ലാം കാച്ചാണ്. കൈ കാലിന്റെ വിരലെല്ലാം കോടിപ്പോയി തണുപ്പത്ത്. അപ്പൊ എല്ലാവർക്കായി അങ്ങനത്തെ തണുപ്പ് ഇത്ര കൊല്ലം ഉണ്ടായിട്ടില്ലല്ലേ ഗീത? ഈ കേരളത്തിൽ എപ്പോഴും ചൂടാ. അവിടെ പോകണമെന്നാ പറയുന്നെ. ഇപ്പൊ അവിടെയും തന്നെ തണുപ്പ്. അങ്ങനെ നല്ലല്ലേ അമ്പലത്തിൽ നല്ല പോയിട്ട് വന്നല്ലേ നിങ്ങ? അതെ അതെ, പോയിട്ട് വന്നേ. കുറച്ച് നേരത്തെ പൂജക്ക് പോയത്, 7 മണിന്റെ പൂജക്ക്. അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടില്ല. അങ്ങനെ നമ്മളിവിടെ കുറച്ച് പായസവും പിന്നെ കേക്കൊന്നും കട്ടാക്കിയിട്ടില്ല. പായസം മാത്രം വെച്ച്. അപ്പൊ പായസം വെച്ച് ഇറച്ചി കൂട്ടാൻ വെച്ച് ചോറാക്കി പുതിയ തുണി ഇട്ട് അമ്പലത്തിന് പോയിട്ട് വന്നു. ഇനി ഈന്റെ കാട്ടി എന്തുപ്പാ വേണ്ടിയത്? ആ കേക്ക് ഒന്നല്ലേ കുറവ്, അത് സാരമില്ല.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ആക്കണം, ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അതെ ബൈ.